ഈ കാവി പതാക ഇവർക്ക് കാവി കാണുമ്പോൾ ഈ ഹാലിളവെന്ന് എന്താണെന്ന് മനസ്സിലാവുന്നില്ല. കാവി എന്ന് പറയുന്നത് പിന്നെ പാരമ്പര്യമായി ഭാരതത്തിലെ ഹിന്ദു സംസ്കാരത്തെ പ്രതികരിക്കുന്ന ഒരു നിറമാണ്. മാത്രമല്ല, ഇന്നലെ അയോധ്യയിൽ ഉയർത്തിയ കൊടി എന്ന് പറയുന്നത് കേവലം ഈ കാവിക്കൊടി മാത്രമല്ല. അതിനകത്ത് ഓമുണ്ട്, സൂര്യൻ്റെ ചിഹ്നമുണ്ട്, കോവിതാര വൃക്ഷമുണ്ട്. ഇതെല്ലാം സൂര്യവംശത്തിൻ്റെ പ്രതീകമായിരുന്നതാണ്. ശ്രീരാമചന്ദ്രൻ അയോധ്യ ഭരിച്ചിരുന്ന സമയത്ത് അവരുടെ പരമ്പരയായിട്ടുള്ള ഈ ധർമ്മധ്വജമാണ് ഈ പതാക എന്ന് പറയുന്നത്. അതേ രൂപത്തിലുള്ള പതാകയാണ് അവിടെ ഉയർത്തിയത്. മാത്രമല്ല, ക്ഷേത്രത്തിൽ പതാക അനിവാര്യമാണല്ലോ, എന്നാലേ ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാകുന്നുള്ളൂ. ആ അർത്ഥത്തിലാണ് ഇന്നലെ പ്രധാനമന്ത്രി ചെയ്തത്. എന്തിന് പ്രധാനമന്ത്രി ചെയ്തു എന്നാണ് ചോദ്യം. പ്രധാനമന്ത്രിക്ക് വിശ്വാസം പാടില്ലേ? പാകിസ്ഥാന് അവിടെയുള്ള നേതാക്കൾക്ക് വിശ്വാസമാവാം, ഇവിടെയുള്ള മുസ്ലിങ്ങൾക്ക് വിശ്വാസമാവാം, പക്ഷേ പ്രധാനമന്ത്രി വിശ്വസിക്കരുത്. പ്രധാനമന്ത്രി സെക്കുലർ ആവണം. ഇതാണ് ഇവരുടെ ഒരു പിന്തുടരുന്നുണ്ടല്ലോ നമ്മുടെ പ്രതിപക്ഷ നേതാവ്. ഇത്രയും നാളായിട്ട് അയോധ്യയിലേക്ക് വന്നിട്ടില്ല. അതെ, പ്രതിപക്ഷ നേതാവ് മാത്രമല്ല, ഏത് കോൺഗ്രസ് നേതാക്കളാണ് പിന്നെ കൃത്യമായിട്ട് അവിടെ പോയത്? ഇന്നലെ ഫൈസാബാദിലെ MP പരാതി പറഞ്ഞു കേട്ടു, അദ്ദേഹത്തെ വിളിച്ചില്ല, ദളിതനായോണ്ടാണെന്ന്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.